ആ ശാലിനി DYSP ആണ്. ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ, ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? ശാലിനി, നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യൻ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. പറഞ്ഞാലറിയും, ഹാരിസ് മുതലാളി, എക്സ്പോർട്ടർ. പുള്ളിയുടെ മകനാണ്. ഹാരിസ് മുതലാളിയുടെ മകനോ? അവൻ എന്ത് ചെയ്തു? പെണ്ണ് കേസാണ്. നമുക്ക് അവനെ ഒന്ന് ഊരണം. ആ ഭ്രാന്തൻ കോളനിയിലെ ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ കെട്ടിവെക്കണം. അതാവുമ്പോൾ ഒരുത്തനും ചോദിക്കാനും വരില്ല. അത് സാറിന് അറിയാലോ, പെണ്ണ് കേസൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ അങ്ങനെ പരിധി വിട്ടൊന്നും ചെയ്തു കൊടുക്കാറുമില്ല. അതൊക്കെ എനിക്കറിയാം ശാലിനി. പിന്നൊരു കാര്യം, ഡിപ്പാർട്ട്മെൻറ്റിൽ വിലസണമെങ്കിൽ ഇങ്ങനെയുള്ള മുതലാളിമാരുടെ ഇഷ്ടത്തിന് ഒന്ന് വഴങ്ങി കൊടുക്കണമെന്നാണ് നല്ലത്. പുള്ളിയായിട്ടൊരു നല്ല ബന്ധം വെച്ചോ, നല്ലൊരു മനുഷ്യനാണ്. ശരി സാർ, ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ഗുഡ് മൈ ഗേൾ. മുതലാളിയുടെ ഫോൺ നമ്പർ ഇപ്പോൾ തന്നെ ഞാൻ വാട്സാപ്പിൽ അടച്ചേക്കാം. ഒന്ന് വിളിച്ച് സന്തോഷിപ്പിക്കേ. ഓക്കെ, ശരി. ഹലോ മുതലാളി, എന്നെ മനസ്സിലായോ? ഞാൻ സബ് ഇൻസ്പെക്ടർ ശാലിനിയാണേ. ഓക്കെ 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 എനിക്കറിയാം ശാലിനി. ഞാൻ ഇത് കഴിഞ്ഞ ശാലിനിനെ ഒന്നുകൂടി കാണുന്നതായിരിക്കും സ്പെഷ്യലായിട്ട്. ആ സാറെല്ലാം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും പേടിക്കണ്ടെന്നേ, ഇത് ഞാൻ ഏറ്റെന്നേ. പയ്യനെ നമ്മൾ പുഷ്പം പുഷ്പം പോലെ പുറത്തു കൊണ്ടുവരില്ലേ? മുതലാളിമാർക്കൊക്കെ ഇങ്ങനെ ചെയ്യണത് എൻ്റെ ഒരു മനസ്സുഖാണേ. പിന്നെ ശാലിനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രതിയായിട്ട് സെലക്ട് ചെയ്യുന്നവൻ ഊരും പേരും ഇല്ലാത്തവനായിരിക്കണം, ഒരു അനാഥൻ. അല്ലെങ്കിൽ പിന്നെ ഇത് മീഡിയ ഒക്കെ പൊക്കിക്കൊണ്ടുവന്ന് വലിയ പ്രശ്നവും. ഞങ്ങളെപ്പോലുള്ളവരെ ദ്രോഹിക്കുകയാണല്ലോ അവരുടെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം. അത് ഞാൻ ഏറ്റു മുതലാളി. ഒരഡ്രസ്സും ഇല്ലാത്തൊരു കള്ള കഴിവിനെ ഞാൻ ഇതിനു വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട് മുതലാളി. അതാ നല്ലത്. അവൻ കോടതിയിലേക്ക് വരുമ്പോൾ പേടിച്ചിട്ട് ഒന്നും പറയരുത്. ഇടിച്ച് പിഴിഞ്ഞവൻ്റെ 6ാം വരി ഇളക്കും. ശാലിനിക്ക് തിരക്കില്ലെങ്കിൽ ഞാനൊരു കുപ്പിയായിട്ട് ശാലിനിയുടെ വീട്ടിലേക്ക് വരട്ടെ? കാര്യങ്ങൾ നമുക്ക് നന്നായി സംസാരിക്കാം. അതിനെന്താ മുതലാളി, വന്നോളൂ. മുതലാളിമാരുടെ ഒക്കെ കൂടെ കൂടുന്നത് ഒരു ത്രില്ലല്ലേ. ഞാൻ കടിച്ചു പറിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കാം. നീയുള്ളപ്പോൾ എനിക്ക് വേറെ ടച്ചിങ് വേണ്ടല്ലോ കടിച്ചു പറിക്കാൻ. ഹലോ മാഡം, ഇവിടെ ആരുമില്ലേ? ആ മുതലാളി, ബാ അകത്തേക്ക് ഇരിക്കെ.
ശാലിനി യൂണിഫോമിൽ കാണുന്ന പോലെ അല്ല, കാണാൻ വിദ്യാബാലനെ പോലെ ഉണ്ട് കേട്ടോ. മുതലാളിക്ക് വിദ്യാബാലന് ഒരു വീക്ക്നെസ് ആണ് അല്ലേ? വിദ്യാബാലൻ എന്തെങ്കിലും ഇച്ചിരി കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇവിടെ റെസിഡൻസിയിൽ ഓണത്തിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പം എത്തിയതേ ഉള്ളൂ. മുതലാളി ഇരിക്ക്, ഞാൻ ഗ്ലാസ് എടുത്തിട്ട് വരാം. മുതലാളി, കണ്ടിട്ട് സാധനം സ്വയംഭനാണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ ഇവനെ രണ്ടെണ്ണം വിട്ട സ്വർഗം കാണും. എങ്കിലിന്ന് സ്വർഗം കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങോട്ട് ഒഴി മുതലാളി. മുതലാളി, വെള്ളം ഇരിപ്പുണ്ട്. ഇതെങ്ങനെ വെള്ളം ഒഴിച്ച് വൃത്തികേടാക്കേണ്ട സാധനം അല്ല. ഒരു പൊടിക്ക് Cheers. എങ്ങനെയുണ്ട് സാധനം? സ്വയംഭനാണോ? ഒരു സിഗരറ്റ് പിടിപ്പിക്കാൻ. മുതലാളി പറഞ്ഞ പോലെ സ്വർഗം നരകമൊക്കെ കാണും. മുതലാളി, ഈ ഒരു മൂഡ് ആരുടെ കൂടെ പോയാലും കിട്ടില്ല. അത് മുതലാളിന്റെ കൂടെ തന്നെ വേണം.
മുതലാളിമാരായിട്ട് കമ്പനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന്റെ ഒരു ത്രില്ല് വേറെ തന്നെയാ. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നമ്മുടെ പയ്യന്റെ മേലെ ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ നമുക്കിടക്കിടക്ക് ഒന്ന് കമ്പനിയും കൂടാലോ, അല്ലേ മുതലാളി? വേണ്ടായിരുന്നു. എന്താ മുതലാളി, അത് മറന്നു പോകരുത്. മുതലാളിമാരെന്ന് പറഞ്ഞ എന്റെ ഒരു വീക്ക്നെസ് ആണ് മുതലാളി. ആഴ്ചയില് ഒന്നെങ്കിലും മുതലാളി ഇവിടെ വരണം. ഇതുപോലെ സ്വയംബൻ നല്ല സാധനമായിട്ട്. പിന്നെ അതിനെന്താ, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൂടാം. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാഡം ചെയ്തു തന്നേക്കണം, അറിയാലോ. മുതലാളി, മിലിറ്ററി കിട്ടാൻ വഴിയുണ്ടോ മുതലാളി? അതൊക്കെ നമുക്ക് മിലിറ്ററി ഒക്കെ നമുക്ക് ശരിയാക്കാം. അതൊക്കെ ഒരു വിഷയമുള്ള കേസാണ്. നാടൻ പാറ്റ് വേണമെങ്കിൽ അതും ആവാം. അത് നമ്മുടെ നാടൻ പാറ്റ്, കുട്ടനാട് നെല്ലിട്ട് വാട്ടിയത്. മാഡത്തിന് വേണ്ടി ഞാൻ വീട്ടിലിട്ടുണ്ടാക്കും. അതല്ല മുതലാളിക്ക് എന്താ നടക്കാത്തത്? മിലിറ്ററിയും നേവിയും പോലീസും എല്ലാം എനിക്കറിയാം. കൊച്ചു കള്ളൻ. മുതലാളി, എന്തായാലും ഇവിടെ ഇരിക്കെ. ഞാൻ മൊത്തം വേർത്ത് കുളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം വരാം, ഒന്ന് ഡ്രസ്സ് മാറിയിട്ട്. മുതലാളി ഇവിടെ ഇരിക്കെ. ഒരു പാവം പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് നീ ഇവിടെ നിന്ന് സുഖിക്കണല്ലേടാ? നിന്റെ സകല കഴപ്പും ഞാൻ ഇന്ന് തീർക്കും. ഞാന് PC വിശ്വനാഥൻ ചോദിച്ചപ്പോ നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേടാ? ഇല്ല മാഡം, സത്യമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല. പ്ലീസ് എന്നെ വിടും മാഡം. ചെയ്തിട്ടില്ലെന്നല്ല, ഇനി നീ ചെയ്യില്ല. ചെയ്യാൻ നിനക്ക് സാധനം ഉണ്ടായിട്ട് വേണ്ടേ? അത് ഞാൻ ചെത്തി പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ, കേട്ടടാ കഴിവേറിന്റെ മോനെ. നീ എന്റെ ശരിക്കുള്ള മുഖം കാണാൻ പോകുന്നതേ ഉള്ളൂ.